മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി തിരിച്ചു വരുന്ന സമയത്ത് കണ്ണനെ കാണുന്നില്ല. അപ്പോൾ കണ്ണൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് പോകണ്ട, കണ്ണൻ ഇങ്ങോട്ട് വരട്ടെ, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയണു. അങ്ങനെ മഹാലക്ഷ്മി നോക്കുമ്പോൾ നമ്മളുടെ കണ്ണൻ നടന്നു വരുന്നതാണ് കാണുന്നത്. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ മഹാലക്ഷ്മി കണ്ണനെ തന്നെ നോക്കി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം മഹാലക്ഷ്മി ഓടിച്ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ല ഉള്ളൂ, ഞങ്ങളും ഉണ്ട് ഇവിടെ എന്ന് പറയുന്നു. ആ സമയം മഹാലക്ഷ്മിയും കണ്ണനും വേഗം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് തോമസ് ഡോക്ടർ മാർക്കോയോട് പറയുന്നുണ്ട്, എന്തായാലും കൃത്യസമയത്ത് നീ ചെന്നതുകൊണ്ട് മഹാലക്ഷ്മിക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല. നിങ്ങൾ രണ്ടുപേരെയും ദൈവമായിട്ട് കൂട്ടി യോജിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളെ വേർപെടുത്താൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടല്ലേ മഹാലക്ഷ്മിക്ക് ഒരു ആപത്ത് പറ്റിയപ്പം അത് കൃത്യമായിട്ട് കണ്ണൻ അറിഞ്ഞതും അത് സ്വപ്നത്തിൽ കണ്ട് കണ്ണൻ പേടിച്ച് എഴുന്നേറ്റത് കൊണ്ടല്ലേ കണ്ണനിപ്പോൾ നടക്കാൻ പറ്റിയതും. അതെല്ലാം ദൈവനിശ്ചയ. അതുകൊണ്ട് ഇനി നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുമല്ലോ എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നേരിട്ട് അവതരിച്ചോളൂ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു സാർ. അവരെന്നെ കൊല്ലാനായിട്ട് തോക്ക് ചൂണ്ടിക്കൊണ്ട് നിന്ന സമയത്താണ് മാർക്കോ അങ്ങോട്ട് വന്നത്. അന്നേരം മാർക്കോ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, മാർക്കോയല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരാളെ കാണാനുണ്ട്, നിങ്ങളിവിടെ നിൽക്കുക, ഞാനിപ്പോൾ തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പോണത് നേരെ ആ ഒരു അമ്മയുടെ അടുത്തേക്കാണ്. ആ സമയത്ത് ആ അമ്മയാണെങ്കിൽ നല്ല പ്രാർത്ഥനയെ തന്നെ ഇരിക്കുകയാണ്. മഹാലക്ഷ്മി രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സമാധാനമൊക്കെ ആ അമ്മയുടെ മുഖത്ത് കാണാനുമുണ്ട്. അങ്ങനെ ആ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്താണ് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് ചെല്ലണത്. ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ആ മോളെ രക്ഷപ്പെടുത്തിയില്ലെന്ന് ചോദിക്കുമ്പോൾ, പിന്നില്ലാതെ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അവളുടെ ജീവൻ പോയേനായിരുന്നു. എന്തായാലും എനിക്ക് മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറയുമ്പം ആ അമ്മ പറയുന്നുണ്ട്, അതിനല്ലേ നിന്നെ ഞാൻ വിട്ടിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ നിൻ്റെ കയ്യിലൊരു വേലും തന്നിട്ടില്ലേ, അതിൻ്റെ ശക്തി കൊണ്ട് നിന്നെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താപത്തിലും നിന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ആ കണ്ണൻമോൻ മല ചവിട്ടാൻ പോകുന്ന സമയത്ത് നീയും മോൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. അവിടെ വച്ച് മോനക്ക് നിൻ്റെ ഒരുപാട് സഹായങ്ങൾ വേണ്ടി വരുമെന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറിൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടാലോ അമ്മേ ഞാനും മാല ഇട്ടിരിക്കുന്നത്. എന്തായാലും കണ്ണൻ സാറിന് ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് അങ്ങനെ വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇനി നീ പൊയ്ക്കോന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ പഴയ വേല് മാർക്കോയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പുതിയൊരു വേല് കൊടുക്കുന്നുണ്ട്. ആ വേലും കൈ പിടിച്ചിട്ടാണ് മാർക്കോ പിന്നീട് പോകുന്നത്. വീണ്ടും മാർക്കോ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് കണ്ണൻ്റെ പിറന്നാളായിട്ട് ഞങ്ങളിവിടെ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ട് മാർക്കോ പോയാൽ മതിയെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും കേക്ക് മുറിക്കുന്നത് രാവിലെ അല്ലേ, അപ്പോഴേക്കും ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വരാം സാറേ, എന്തായാലും ഞാനിപ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ ആരും ഉപദ്രവിക്കാനൊന്നും വരില്ല. ആ സമയത്ത് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ട് പോയത് ആരാന്നുള്ളതിന് എന്തെങ്കിലും സൂചന കിട്ടിയോയെന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, അത് ആ പ്രതാപൻ്റെ കൊട്ടേഷനാണെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും അവന്മാരിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവന്മാരെ ഒന്നും കൂടിയും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ വിവരം അവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടും. അതിനുശേഷം വേണം ആ പ്രതാപനൊരു പണി കൊടുക്കാമെന്ന്. ഇതേസമയം നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ അവർ മഹാലക്ഷ്മിയെ കൊന്നു കാണൂല്ലേടാന്ന് ചോദിക്കുമ്പം മിക്കവാറും കൊന്നു കാണുമായിരിക്കും, കയ്യിൽ കിട്ടിയ അപ്പം തന്നെ തീർത്ത് കളഞ്ഞേക്കാനാണ് ഞാൻ അവന്മാരോട് പറഞ്ഞേക്കണേന്ന്. അങ്ങനെ ഇവർ പറയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കുറച്ച് പേര് വരുന്നത്. അവരെ കണ്ടതും പ്രതാപം പറയുന്നുണ്ട്, അമ്മേ അവനെ നോക്കിക്കേ, അവൻ നമ്മൾ കൊട്ടേഷൻ കൊടുത്തവനല്ലേ എന്ന് ചോദിക്കുമ്പം അതേലോടെ നമ്മൾ കൊട്ടേഷൻ കൊടുത്ത ആൾ തന്നെയാലോ അവൻ, ഇവനെങ്ങനെയാണ് ഇടികൊണ്ട് ഈ പരുവത്തിലായെന്ന് ചോദിക്കുന്നു. അങ്ങനെ നമ്മളുടെ പ്രതാപൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയ, അവളെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അവളെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവളെ കൊല്ലാനൊരുങ്ങിയതും ആ മാർക്കോ വന്ന് അവളെ രക്ഷിച്ചു കൊണ്ടുപോയി, അത് മാത്രമല്ല ഞങ്ങളെ 3 പേരെയും അടിച്ച് ഈ പരുവത്തിലും ആക്കി. അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 പേരുണ്ടായിരുന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ആ മാർക്കോയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, മാർക്കോയെ തല്ലി തോപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല, അവനക്ക് അത്രയ്ക്ക് കരുത്താണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവൻ ഞങ്ങളെ തല്ലിയിട്ടിട്ട് ആ പെണ്ണിനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോയി. ഇനി സാറ് വിഷമിക്കേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങളവളെ തട്ടിക്കൊണ്ട് വരാമെന്ന്.
ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോൾ കിട്ടിയ ഇടിയുടെ ക്ഷീണമൊക്കെ മാറ്റുക, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അപ്പോൾ സാറേ ഞങ്ങളുടെ ആസ്പത്രി ചിലവൊക്കെ സാറ് കൊടുത്തോളൂല്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ കൊടുത്തോളാം, ഇനിയിപ്പോൾ അതോർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട, എന്തായാലും കാര്യം നടന്നില്ലെങ്കിലും ആസ്പത്രി ചിലവ് ഞാൻ കൊടുത്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ആകെ സംഗതി പാളി, അവളെ രക്ഷപ്പെട്ടു പോയി, ആ മാർക്കോ വന്ന് രക്ഷിച്ചു കൊണ്ടുപോയി, ഇവന്മാരാണെങ്കിൽ അവൻ തല്ലി അവശതയിലും ആയിരുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ ഇനി നമുക്ക് അവളെ കൊല്ലാനൊന്നും നോക്കണ്ട, കാരണം അവൾ ആ അയ്യപ്പ വിഗ്രഹത്തിൽ എന്തോ ഒരു ശക്തി ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. ആ വിഗ്രഹം അവളുടെ കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യം അവളെ കൊല്ലാൻ നോക്കിയിട്ടും അവൾക്കൊന്നും സംഭവിക്കാത്തത്. ഇനിയും നമ്മളവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നമുക്ക് തന്നെയായിരിക്കും. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, കരുണമോള് കേട്ടാൽ ഇതെങ്ങനെ സഹിക്കും? കരുണമോള് ഇന്ന് അവൾ മരിക്കും എന്നുള്ള സന്തോഷത്തിലിരിക്കുക. ഇനിയും നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുണമോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണമോള് പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് കരുണമോളെ കണ്ട് ആശ്വസിപ്പിക്കാം, കുറച്ച് നാളും കൂടി കാത്തിരിക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാടാ പ്രതാപാന്ന്. ഈ സമയം നമ്മളുടെ കരുണ ആണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടാ ഇപ്പോൾ മഹാലക്ഷ്മീനെ ആ ഗുണ്ടകൾ കൊന്നിട്ടുണ്ടാവും, അവർ പിടിച്ചു കൊണ്ടുപോയി എന്ന് അച്ഛൻ പറഞ്ഞ. ഏടത്തിയുടെ മരണം അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല, കാരണം ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഏടത്തി മരിച്ചു എന്നും പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചതാ. അന്നൊക്കെ ഏടത്തി ജീവനോടെ തിരിച്ചു വന്നില്ലേ, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഒരുപാട് സന്തോഷിക്കുകയൊന്നും വേണ്ട. ഏടത്തിയുടെ ഡെഡ് ബോഡി ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതും ശരിയാ, ഇതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം സന്തോഷിച്ചെങ്കിലും പിന്നീട് നമുക്ക് സങ്കടം ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ തോമസ് ഡോക്ടർ വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും കുളിച്ച് റെഡി ആയിട്ട് വാന്ന് പറയുന്നു. അപ്പം എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ അത് നന്നായി, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കണ്ണനും മഹാലക്ഷ്മിയും മറന്നുപോയോ, ഇന്ന് കണ്ണൻ്റെ പിറന്നാളല്ലേ, അത് നമുക്ക് ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കണം. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഈ പ്രാവശ്യം സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിക്കാമല്ലോ. എന്തായാലും കമലേശ്വരത്ത് എല്ലാ പ്രാവശ്യവും പിറന്നാൾ ആഘോഷം നടത്താറുണ്ടായിരുന്നു, വലിയ ഗംഭീരമായി തന്നെയായിരുന്നു ആഘോഷങ്ങൾ നടത്തണേ, പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാറെന്ന് പറയുമ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട്, അത് ശത്രുക്കൾ കണ്ണനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരുന്ന പിറന്നാൾ ആഘോഷമല്ലേ, ഇത് അതുപോലെയല്ല, ശരിക്കും സന്തോഷിക്കാനുള്ള ആഘോഷം, അതുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും റെഡിയായിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും റെഡിയായി തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പം തോമസ് ഡോക്ടർ അവിടെ ഒരു റൂമിലൊരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടതും നമ്മുടെ കണ്ണനാണെങ്കിൽ ആകെ അത്ഭുതമാവുന്നുണ്ട്. കണ്ണൻ ആ കേക്കിൽ ചെന്ന് നോക്കുമ്പം അതിലെഴുതിയിരിക്കുന്നത് കണ്ണന് പിറന്നാൾ ആശംസകൾ എന്ന്. അത് കണ്ടതും കണ്ണൻ സന്തോഷത്തോടുകൂടി തോമസ് ഡോക്ടറുടെ നേരെ നോക്കുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഞാനല്ല, മാർക്കോയ ഇതെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചത്, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പിറന്നാൾ ആഘോഷം തുടങ്ങാമെന്നും പറഞ്ഞ് കണ്ണനോട് പറയുന്നുണ്ട് കേക്ക് മുറിക്കാൻ. അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയത്ത് എല്ലാവരും ചുറ്റിനും നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് കേക്ക് മുറിച്ചിട്ട് ആദ്യം തന്നെ ഒരു പീസ് കേക്ക് എടുത്ത് കണ്ണൻ മഹാലക്ഷ്മിക്കും കൊടുക്കുന്നുണ്ട്, മഹാലക്ഷ്മി അതിൽ നിന്ന് കുറച്ചെടുത്ത് കണ്ണനും കൊടുക്കുന്നുണ്ട്, പിന്നീട് മാർക്കോയ്ക്കും തോമസ് ഡോക്ടർക്കും അതുപോലെ ജയപാലിനൊക്കെ കേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് കേക്ക് കൂടുതൽ വാങ്ങിയിട്ട് ഇവിടുത്തെ രോഗികൾക്കെല്ലാം കൊടുക്കണം മാർക്കോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അതിനെന്താ സാർ, ഞാൻ ഇപ്പോൾ തന്നെ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തേക്കാമെന്നും പറഞ്ഞ് മാർക്കോ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് അവർ കേക്ക് മുറി കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നമ്മൾ കാണുന്ന ആ ഒരു അമ്മയില്ലേ കണ്ണേട്ട, അതുപോലെ തന്നെ എന്തോ ഒരു ദിവ്യശക്തിയുള്ള ആളാണ് ഈ മാർക്കോ, അതുകൊണ്ടല്ലേ ഞാൻ എന്ത് ആപത്തിപ്പെട്ടാലും മാർക്കോ തന്നെ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് വരുന്നതെന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, അത് താൻ പറഞ്ഞത് നേരെ, മാർക്കോ ഒരു സാധാരണ മനുഷ്യനല്ല, അവനിൽ എന്തോ ഒരു ദൈവിക ചൈതന്യമുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആപത്ത് വരുമ്പോൾ അവനെ അറിയണതും വേഗം വന്ന് രക്ഷപ്പെടുത്തണതെന്നും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും മാർക്കോയെ കണ്ടു കിട്ടിയത് നമ്മളുടെ ഭാഗ്യ കണ്ണേട്ട, നമുക്ക് മാർക്കോയെ നമ്മുടെ കൂടെ തന്നെ നിർത്തണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും ഉണ്ണീനെയും കരുണേനെയാണ്. ദുർഗയും ഉണ്ണിയും കരുണയും കൂടി ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഇന്നലെ ആ ഗുണ്ടകൾ മഹാലക്ഷ്മിയെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്ത മോളേന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്തായാലും ഞാൻ അച്ഛനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് വേഗം തന്നെ കരുണ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ഫോണെടുത്തതും എന്താ മോളേന്ന് ചോദിക്കുമ്പം അച്ഛാ എന്തായി അച്ഛാ അവളെ കൊന്നോന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട മോളെ, അവൾ ഈ പ്രാവശ്യവും രക്ഷപ്പെട്ടു പോയി. അവളെങ്ങനെ രക്ഷപ്പെട്ടു പോയെന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ അവളെ കൊല്ലാനായിട്ട് ഒരുങ്ങിയത് ആ സമയത്ത് ആ മാർക്കോ വന്ന് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അത് മാത്രമല്ല ആ മാർക്കോ ആ ഗുണ്ടകളെല്ലാം തല്ലി ചതച്ച് അവരിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്.
ഈ സമയത്ത് ഇത് കേട്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കരുണ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇതാ ഞാൻ പ്രതീക്ഷിച്ചതും, ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതെങ്ങനെ അച്ഛനും ഉണ്ണിയേട്ടനൊന്നും ഒരു കഴിവില്ലാത്തതുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും രക്ഷപ്പെട്ടു പോകുന്നത്. ഞാനെങ്ങാനും അറിഞ്ഞെങ്കിൽ അവളെ അപ്പം തന്നെ കൊന്നു കളഞ്ഞായിരുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, കൊന്നു കളയാൻ ഏൽപ്പിച്ചതല്ലേ മോളെ, ഇനിയിപ്പോൾ അവളുടെ കയ്യിൽ ആ അയ്യപ്പ വിഗ്രഹം ഉള്ളിടത്തോളം കാലം നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നണേ. അത് കേട്ടതും കരുണയാണ് ഈ ദേഷ്യത്തോടുകൂടി, അച്ഛനെ ഞാൻ വിളിച്ചത് അവക്കടെ മഹിമ കേൾക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കരുണ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തതും ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവളെ കൊന്നില്ലേ എന്ന് ചോദിക്കുമ്പം, എവിടെ അവൾ മരിച്ചൊന്നുമില്ല, അവളെ ആ മാർക്കോ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്തായാലും അവൾ നാളെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഈ പ്രാവശ്യവും ഞാൻ വിചാരിച്ചു അവളിനി വരില്ല എന്ന്, എന്തായാലും അവളെ കൊല്ലാനൊന്നും ആർക്കും പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ സമയം ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ കരുണയോട് പറഞ്ഞില്ലേ ഏടത്തിക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന്, അതുകൊണ്ട് ഇനിയും നമ്മൾ ഏടത്തിയെ ഉപദ്രവിക്കാൻ നടക്കാതിരിക്കണമായിരിക്കും നമുക്ക് നല്ലത്, അല്ലെങ്കിൽ തിരിച്ചടി കിട്ടാൻ പോണത് നമുക്ക് തന്നെയായിരിക്കും എന്ന്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടതും ഇവരാകെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.